നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 157, ചാപ്റ്റർ നമ്പർ 43, ഗരുഡ് ബോധ് എന്ന അധ്യായത്തിന്റെ സംഗ്രഹം. കബീർ സാഗറിൽ 11-ാം അധ്യായമായ ഗരുഡ് ബോധ് പേജ് 65 625. പരമോന്നത പരമാത്മാവ് കബീർജി ധർമ്മദാസ് ജിയോട് പറഞ്ഞു, ഞാൻ കബീർ വിഷ്ണുജിയുടെ ഗതാഗതത്തിന് പക്ഷി നൽകി. പക്ഷികളുടെ രാജാവായ ഗരുഡ്ജി പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞു. അമർലോകിന്റെ കഥയും സത്യപുരുഷന്റെ മഹത്വവും കേട്ട് ഗരുഡദേവ് അത്ഭുതപ്പെട്ടു. അവൻ തന്റെ കാതുകളെ വിശ്വസിച്ചില്ല. അവൻ അതിനുള്ളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഇന്ന് ഇത് എന്താണ് കേൾക്കുന്നത്? ഞാനൊരു സ്വപ്നം കാണുന്നുണ്ടാകാം. ഞാൻ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ കേട്ട സ്ഥലവും ദൈവവും ഒരു സിനിമ പോലെ കൺമുന്നിൽ സഞ്ചരിക്കുന്നു. ഗരുഡദേവൻ ഈ ചിന്തകളിൽ മുഴുകിയപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷി രാജാവേ, എന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് നീ കരുതുന്നുണ്ടോ? നീ നിശബ്ദനായി ചോദ്യങ്ങൾ ചോദിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രസ്താവനകളാൽ എന്നോട് ക്ഷമിക്കൂ. എന്റെ ഈ വാക്കുകൾ കേട്ട് ഗഗേഷിന്റെ, പക്ഷികളുടെ രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പറഞ്ഞു, ദൈവമേ, നീ ആരാണ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ദഹിക്കാൻ പ്രയാസമുള്ള ഒരു കൈപ്പേറിയ സത്യം നിങ്ങൾ പറഞ്ഞു. അമർലോകിൽ അനശ്വരനായ ദൈവമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾ ഇരുട്ടിലാണ്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ വിമർശനം അർഹിക്കുന്നു. നിങ്ങൾ കുറ്റവാളിയാണ്. സത്യമാണെങ്കിൽ ഗരുഡൻ നിങ്ങളുടെ പ്രത്യേക സേവകൻ. പരമോന്നത ദൈവം കബീർജി ധർമ്മദാസനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ഗരുഡദേവാ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയം സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ സ്വയം സംയമനം പാലിച്ചു. ഇതാണ് നിങ്ങളുടെ മഹത്വം. എന്നാൽ അനശ്വരനായ ദൈവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന സത്യലോകം തികച്ചും സത്യമാണ്. എന്റെ പേര് കബീർ. ഞാൻ അതേ അമർലോകിലെ നിത്യസ്ഥാനത്ത് താമസക്കാരനാണ്. കാലഭ്രം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവജിക്കും പോലും ഈ അറിവില്ല. ദയവായി ചിന്തിക്കൂ. ഗരുഡ്ജി ഒരു ജീവജാലം ജനിക്കുന്നു. അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. കുടുംബം വികസിക്കുന്നു. കുടുംബത്തിന്റെ പരിപാലനത്തിൽ ലോക പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവൻ വൃദ്ധനാകുന്നു. കുടുംബം അത് കാണുമ്പോൾ തന്നെ അനുഗ്രഹീതനായി കണക്കാക്കി ഒരേ കുടുംബത്തെ ഉപേക്ഷിച്ച് നിസ്സഹായനായി ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നു. അവൻ തന്നെ കരഞ്ഞ് അവസാന ശ്വാസം എണ്ണുകയാണ്. കുടുംബവും വിഷമത്തിലാണ്. എന്താചാരമാണിത്? ഇത് ശരിയാണോ? നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 158. ഗരുഡ്ദേവ് പറഞ്ഞു, ഓ കബീർ ദേവാ, ഇതാണ് ലോകത്തിന്റെ നിയമം. ആരെങ്കിലും ജനിച്ചാൽ അവനും മരിക്കും. പരമോന്നത ദൈവം പറഞ്ഞു. ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടോ? ആരെങ്കിലും വാർദ്ധക്യം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് ഗരുഡ്ദേവ് മറുപടി പറഞ്ഞു. പരമോന്നത ദൈവം കബീർജി പറഞ്ഞു, വാർദ്ധക്യവും മരണവും ഇല്ലെങ്കിൽ അതെങ്ങനെ അനുഭവപ്പെടും? ഗരുഡ്ദേവ്ജി പറഞ്ഞു, എന്താണ് പറയാനുള്ളത്? ഇത് സംഭവിച്ചാൽ അത് സന്തോഷകരമായിരിക്കും. പക്ഷേ ഇതൊരു സ്വപ്നം പോലെയാണ്. ഹേ ധർമ്മദാസ്, ഞാൻ പറഞ്ഞു, വേദങ്ങളെയും പുരാണങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവ സത്യമോ മിഥ്യയോ? ഗരുഡ്ദേവ്ജി പറഞ്ഞു, തികച്ചും സത്യമാണ്. ദേവി പുരാണത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ വിഷ്ണുജി തന്നെ പറഞ്ഞു, അമ്മേ, നീയൊരു ശുദ്ധരൂപമാണ്. ഈ ലോകം മുഴുവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഞാനും ബ്രഹ്മാവും ശങ്കറും നിന്റെ കൃപയാൽ നിലനിൽക്കുന്നു. ഞങ്ങൾ ജനിക്കുന്നു, ആവിർഭാവം, മരിക്കുന്നു, തിരോഭാവം. പരമോന്നത പരമാത്മാവ് കബീർജിയുടെ കമലമുഖത്ത് നിന്ന് അത്തരം ശക്തമായ തെളിവുകൾ കേട്ടപ്പോൾ ഗരുഡ്ദേവ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സൃഷ്ടിരചനയെക്കുറിച്ചും ബ്രഹ്മാവിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അറിയാവുന്ന ഒരു ദൈവം, വിഷ്ണു, ശിവൻ, ദുർഗാദേവി, നിരഞ്ജൻ, അദ്ദേഹം മാത്രമാണ് സൃഷ്ടാവായ പരമോന്നത ദൈവം. ഇന്നുവരെ ഈ അറിവ് ആരും നൽകിയിട്ടില്ല. ഋഷിയോ മഹാജ്ഞാനിയോ ആണെങ്കിലും ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഈ കഥ പറയുമായിരുന്നു. പ്രഗത്ഭരായ മണ്ഡലേശ്വരന്മാരുടെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അറിവ് ആർക്കുമില്ല. അവർക്ക് വേദങ്ങളെക്കുറിച്ചും ഗീതയെക്കുറിച്ചും അറിവില്ല. നിങ്ങൾ സ്വയം മറഞ്ഞിരിക്കുന്നു. ഞാൻ താങ്കളെ തിരിച്ചറിഞ്ഞു. പരമേശ്വര,
അങ്ങയുടെ അഭയത്തിൽ എന്നെ സ്വീകരിക്കണം. പരമോന്നത പരമാത്മാവ് കബീർജി ഗരുഡനോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനായ ശ്രീ വിഷ്ണുജിയോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം അനുവാദം വാങ്ങാം, എനിക്കെന്റെ മോക്ഷം ചെയ്യണമെന്ന്. ഞാൻ ഒരു മഹാനായ സന്യാസിയെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ അറിവ് ശ്രദ്ധിച്ചു. അങ്ങ് എന്നെ അനുവദിച്ചാൽ എന്റെ ക്ഷേമം ഞാൻ നിറവേറ്റും. ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് എന്റെ യജമാനനാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഒരുമിച്ചു നിൽക്കണം. ഞാൻ രഹസ്യമായി ദീക്ഷ സ്വീകരിച്ചാൽ താങ്കൾക്ക് സങ്കടം വരും. ഗരുഡനും അതുതന്നെ ചെയ്തു. അവൻ എല്ലാം വിഷ്ണുവിനോട് പറഞ്ഞു. ശ്രീ വിഷ്ണുജി പറഞ്ഞു, ഞാൻ നിങ്ങളെ വിലക്കില്ല. നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞുകൊണ്ട് ശരിയായ കാര്യം ചെയ്തു. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഹേ ധർമ്മദാസ്, ഞാൻ 5 നാമങ്ങളുടെ ആദ്യത്തെ ദീക്ഷയായ പ്രഥമ മന്ത്രം, കമലചക്രങ്ങൾ തുറക്കുന്നതിനുള്ള എല്ലാ ദൈവങ്ങളുടെയും സാധനയുടെ മന്ത്രങ്ങൾ ഗരുഡന് നൽകി. ഗരുഡ് ദേവ് പറഞ്ഞു, ഗുരുദേവ, ഈ മന്ത്രങ്ങൾ ഈ ദേവന്മാരുടെ മാത്രമാണ്. ഇത് അനശ്വരനായ ദൈവത്തിന്റെ മന്ത്രമല്ല. പരമോന്നത ദൈവം കബീർജി പറഞ്ഞു, ഈ മന്ത്രങ്ങൾ അവരുടെ ആരാധനയ്ക്കുള്ളതല്ല. ഈ ദൈവങ്ങളെ ഒരുവന്റെ പ്രീതിയാക്കി മാറ്റുന്നതിലൂടെ ഈ ദൈവങ്ങളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കോലാണിത്. ഇത് അവരെ മയക്കാനുള്ള മന്ത്രങ്ങളാണ്. കാളയെ ആകർഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവനെ ബുൾബുൾ എന്ന് വിളിച്ചാൽ പിന്നെ വിളിക്കുന്നവനെ നോക്കുക പോലും ചെയ്യില്ല. ഹുർ ഹുർ എന്ന് വിളിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സജീവമാകും. വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് അവൻ ഓടി വരുന്നു. അതുപോലെ നിങ്ങൾ ശ്രീ വിഷ്ണുജിയുടെ മറ്റെന്തെങ്കിലും മന്ത്രം ചൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ വിഷ്ണു ഉടൻ തന്നെ മതിപ്പുളവാക്കുകയും ആരാധകനെ സഹായിക്കുകയും ചെയ്യും. ഈ ദൈവങ്ങൾ 3 ലോകങ്ങളുടെ, അതായത് ഭൂമി, സ്വർഗം, പാതാള ലോകം എന്നിവയുടെ പ്രധാന ദൈവങ്ങളാണ്. ഒരാളുടെ വിധിയിൽ എഴുതിയിരിക്കുന്നതെന്തും അവർക്ക് നൽകാൻ മാത്രമേ കഴിയൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 159. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ സത്കർമ്മങ്ങളുടെയും ഭക്തിയുടെയും വലിയൊരു സമ്പത്ത് സമാഹരിക്കുന്നു. അതിന്റെ പ്രത്യുപകാരമായി ഈ ദൈവങ്ങൾ ആരാധകനെ സഹായിക്കുന്നു. അതിലൂടെ അവരുടെ സാധനയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മാമ്പഴം കഴിക്കേണ്ടി വന്നാൽ ആദ്യം നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യും. കുറച്ച് പണം സമ്പാദിച്ചാൽ നമുക്ക് മാമ്പഴം കഴിക്കാം. ജോലി ആരാധനയല്ല. അക്കാലത്ത് നമ്മുടെ ആദരണീയമായ വസ്തു മാമ്പഴമാണ്. ആദരണീയമായ വസ്തുവിന്റെ നേട്ടത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ജോലി. അതുപോലെ പരമോന്നത ദൈവമായ കബീർജിയും അമർലോകും നമുക്ക് ആദരണീയരാണ്. അതിനായി ഞങ്ങൾ ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവൻ, ശ്രീ ഗണേഷ്, ശ്രീ ദുർഗാജി എന്നിവരുടെ ധർമ്മപരമായ ആചാരങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ പരമാത്മാവിനെ ആരാധിക്കുന്നു. ഗരുഡ്ജി സന്തോഷിച്ചു. ഈ അമൃതിനെ കുറിച്ച് സംസാരിക്കാൻ ശ്രീ ബ്രഹ്മാജിയെ കണ്ടു. അറിവ് അവനോട് പറഞ്ഞു, നീ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ മർത്യരാണ്. നിങ്ങൾ പൂർണ്ണമായ സൃഷ്ടാവായ ദൈവമല്ല. ഒരാളുടെ വിധിയിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നൽകാൻ കഴിയൂ. നിങ്ങൾക്ക് ഒരാളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആരുടെയും കർമ്മങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. സമ്പൂർണ്ണ ദൈവം മറ്റാരോ ആണ്. അവൻ അമർലോകിൽ നിത്യസ്ഥലത്ത് താമസിക്കുന്നു. അവൻ ഒരുവന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു. അവൻ മരണം ഒഴിവാക്കുന്നു. അവൻ ഒരാളുടെ പ്രായം വർദ്ധിപ്പിക്കുന്നു. വേദങ്ങളിലും തെളിവുകളുണ്ട്. ഋഗ്വേദ് മണ്ഡൽ 10 സൂക്തം 161 മന്ത്രം 2 പ്രസ്താവിച്ചിരിക്കുന്നത്, ഒരു രോഗിയുടെ അസുഖം മൂർച്ഛിക്കുകയും അവൻ മരിക്കുകയും ചെയ്താൽ ആ ഭക്തനെ ഞാൻ മരണദൈവത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരും. ഞാൻ അവന് ഒരു പുതിയ ജീവിതം നൽകും. ഞാൻ ജീവിക്കാനുള്ള അവന്റെ മുഴുവൻ ആയുസ്സും അവന് നൽകും. ഋഗ്വേദ് മണ്ഡലം 10 സൂക്തം 161 മന്ത്രം 5 ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ഹേ പുനർജനിക്കുന്ന ജീവി, എന്റെ ഭക്തി തുടരുക. നിനക്ക് കാഴ്ച നഷ്ടപ്പെട്ടാലും ഞാൻ നിന്റെ കണ്ണുകളെ ആരോഗ്യമുള്ളതാക്കും. ഞാൻ നിങ്ങളെയും കണ്ടുമുട്ടും, അതായത് നിങ്ങൾ എന്നെയും പ്രാപിക്കും. ബ്രഹ്മാജിക്ക് വേദമന്ത്രങ്ങൾ ഹൃദ്യമായി അറിയാം. അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ ലോകത്തിലെ നാടോടി കഥകളെ അടിസ്ഥാനമാക്കി ബ്രഹ്മാജി സ്വയം പ്രജാധിപനായി, അതായത് എല്ലാവരുടെയും സൃഷ്ടാവായി കണക്കാക്കുകയായിരുന്നു. വേദങ്ങൾ മനഃപ്പാടമാക്കുക എന്നത് വേറെ കാര്യം. വേദമന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രത്യേക അറിവ് ആവശ്യമാണ്. അഹങ്കാരത്തോടെ ബ്രഹ്മാജി പറഞ്ഞു, ഞാനല്ലാതെ മറ്റാർക്കും ലോകത്തിൽ വേദങ്ങളെക്കുറിച്ചുള്ള അറിവില്ല. ഈ മന്ത്രങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു.
പരമോന്നത ദൈവം കബീർജി ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞത്: കബീർ जान बूझ साचे तजैन करे झूठ से ने ताकि संगत है प्रभु स्वपन में भी ना दे. പരിഭാഷ: സ്വന്തം കണ്ണുകൊണ്ട് സത്യത്തെ കണ്ടിട്ടും അസത്യത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ദൈവമേ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരാളെ കാണാൻ പാടില്ല. അവനൊരു ദുഷ്ടനാണ്. അദ്ദേഹവുമായി വിജ്ഞാന സംവാദം നടത്തിയിട്ട് കാര്യമില്ല. ഗരുഡന്റെ പ്രസ്താവനകൾ കേട്ട് ബ്രഹ്മാവ് രോഷാകുലനായി. നിനക്കൊരു പക്ഷിയുടെ ബുദ്ധിയുണ്ട്. ആരെങ്കിലും നിന്നോട് എന്ത് പറഞ്ഞാലും നീ ആ വ്യക്തിയെ വിശ്വസിക്കുന്നു. നിനക്ക് സ്വന്തമായൊരു മനസ്സില്ലേ? ആ നിമിഷം തന്നെ ബ്രഹ്മാജി വിഷ്ണുവിനെയും ശിവനെയും ഇന്ദ്രനെയും എല്ലാ ദേവന്മാരെയും മുനിമാരെയും വിളിച്ച് ഒരു അസംബ്ലി നടത്തി. അവരെ വിളിച്ചതിന് പിന്നിലെ കാരണം ബ്രഹ്മാജി അവരോട് പറഞ്ഞു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 160. ബ്രഹ്മാവ്, വിഷ്ണു, ശിവർ എന്നിവർ മർത്യരാണെന്ന് ഗരുഡൻ ഇന്നൊരു പുതിയ കാര്യം പറയുന്നു. സമ്പൂർണ്ണ ദൈവം മറ്റാരോ ആണ്. അദ്ദേഹം അമർലോകിൽ നിത്യസ്ഥാനത്ത് വസിക്കുന്നു. നിങ്ങളല്ല, സൃഷ്ടാവ്. ഇത് കേട്ട് ശ്രീ വിഷ്ണുജിയും ശ്രീ ശിവജിയും കോപാകുലരായി. ബ്രഹ്മാവിനെ പോലെ ഗരുഡനെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു, നമുക്ക് അമ്മയിൽ നിന്ന് സത്യം കണ്ടെത്താം, അതായത് ദുർഗാദേവിയിൽ നിന്ന് സത്യം കണ്ടെത്താം. എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് പോയി. അവർ അതേ ചോദ്യം ചോദിച്ചു. നമ്മളല്ലാതെ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, നമ്മളല്ലാതെ സമ്പൂർണ്ണ ദൈവമുണ്ടോ? ഞങ്ങൾ മർത്യരാണോ? അമ്മ തക്കതായ മറുപടി പറഞ്ഞു. എപ്പോൾ മുതലാണ് നീ അനശ്വരനാണെന്നും ലോകത്തിന്റെ സൃഷ്ടാവാണെന്നുമുള്ള ഈ തെറ്റിദ്ധാരണ നീ വളർത്തിയെടുത്തത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ സൃഷ്ടാവ്, അതായത് പിതാവ് കൂടിയാണ്. നീ എന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പരമാത്മാവ് മറ്റാരോ ആണ്. അവൻ മാത്രമാണ് അനശ്വരൻ. അവനാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. ഇത് കേട്ട് യോഗം പിരിച്ചുവിട്ടു. എല്ലാവരും പോയി. എന്നാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഈ സത്യം വിഴുങ്ങാൻ പ്രയാസപ്പെട്ടു. അവർ ഗരുഡനെ വിളിച്ചു. ഗരുഡൻ വന്ന് അവരുടെ മുന്നിൽ വണങ്ങി. ഓർഡർ കിട്ടിയപ്പോൾ അവൻ ഇരുന്നു. ത്രിദൈവങ്ങൾ പറഞ്ഞു, പക്ഷിരാജാവേ, ഞങ്ങളല്ല ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് എന്ത് പരീക്ഷ വേണമെങ്കിലും നടത്താം. ഗരുഡ എഴുന്നേറ്റു. അവിടെ നിന്ന് പറന്ന് എന്റെ അടുത്ത് കബീർജിയുടെ അടുത്ത് വന്ന് മുഴുവൻ വിവരണവും വിവരിച്ചു. അപ്പോൾ ഞാൻ, അതായത് കബീർ പറഞ്ഞു, ബാങ് രാജ്യത്ത് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു ബ്രാഹ്മണന്റെ 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. അയാൾ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആ കുട്ടിയെ എന്റെ അഭയസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. ഗരുഡൻ ആ കുട്ടിയോട് പറഞ്ഞു. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും അവസ്ഥ അവനോട് പറഞ്ഞു. ആ കുട്ടി ഒരുപാട് തർക്കിച്ചു. എന്റെ അറിവ് സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിന്റെ ആയുസ് ഇനി 3 ദിവസം മാത്രം. നിങ്ങളുടെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സർവപ്രാപ്തിയുള്ളവരാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ അവരോട് ആവശ്യപ്പെടുക. ഇത്രയും പറഞ്ഞ് ഞാൻ അപ്രത്യക്ഷനായി. ആ കുട്ടി ഉത്കണ്ഠാകുലനായി. കബീർജി പറഞ്ഞു, ആ കുട്ടിയെ ദൈവങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ധ്യാനത്തിലൂടെ എന്നോട് സംസാരിക്കാം. ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ, അതായത് കബീർ, അപ്പോൾ പറയാം. എന്റെ മുത്തച്ഛനും മുത്തച്ഛന്റെ അച്ഛനും ഞാനും എപ്പോഴും നിങ്ങളെ ആരാധിച്ചിരുന്നു. എന്റെ ആയുസ്സിൽ ഇനി 2 ദിവസം മാത്രം. ഞാൻ വളരെ ചെറുപ്പമാണ്. ദയവ് ചെയ്ത് എന്റെ ആയുസ് വർദ്ധിപ്പിക്കൂ. ആ കുട്ടിയും ഇതേ അഭ്യർത്ഥന നടത്തി. 3 ദൈവങ്ങളും ശ്രമിച്ചെങ്കിലും എല്ലാം വെറുതെയായി. അപ്പോൾ അവർ ചിന്തിച്ചു, നമുക്ക് ധർമ്മരാജന്റെ, അതായത് ജസ്റ്റിസിന്റെ അടുത്തേക്ക് പോകാം. അവന് എല്ലാവരുടെയും കണക്കുണ്ട്. ഇവന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ അവനോട് ആവശ്യപ്പെടും. ഇങ്ങനെ ചിന്തിച്ച് എല്ലാവരും ധർമ്മരാജന്റെ അടുത്തേക്ക് പോയി. 3 ദൈവങ്ങൾ അവനോട് പറഞ്ഞു, ആദ്യം ഈ ബ്രാഹ്മണ കുട്ടി എത്ര നാൾ ജീവിക്കുമെന്ന് ഞങ്ങളോട് പറയൂ. ധർമ്മരാജ് രജിസ്റ്ററിൽ നോക്കി പറഞ്ഞു, അവൻ നാളെ മരിക്കും. 3 ദേവന്മാർ പറഞ്ഞു, ഈ കുട്ടിയുടെ ആയുസ് വർദ്ധിപ്പിക്കുക. ധർമ്മരാജ് പറഞ്ഞു, ഇത് അസാധ്യമാണ്. 3 ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരാറില്ല. അത് ഇന്ന് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മാനമെങ്കിലും സംരക്ഷിക്കുക. ധർമ്മരാജ് പറഞ്ഞു, അവന്റെ ആയുസ് 1 നിമിഷം പോലും കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. നിങ്ങളുടെ ആയുസ് അവന് കൊടുത്താൽ ഞാൻ വർദ്ധിപ്പിക്കാം. ഇത് കേട്ട് ത്രിദേവന്മാരും ഇളറിപ്പോയി. സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അവർ ഉടനെ അവിടെ നിന്ന് പോയി. ഗരുഡ, മറ്റൊരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ അവന്റെ ആയുസ് വർദ്ധിപ്പിച്ച് ഞങ്ങളെ കാണിക്കൂ.
ഗരുഡ് കബീർജിയെ ധ്യാനത്തിലൂടെ ബന്ധപ്പെട്ടു. പരമോന്നത ദൈവം കബീർജി ധ്യാനത്തിലൂടെ അവനോട് പറഞ്ഞു, അവനു വേണ്ടി മാനസരോവറിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക. ശ്രാവൺ എന്ന ഒരു ഭക്തനെ നിങ്ങൾ അവിടെ കാണും. ഞാൻ അവനോട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നിനക്ക് അമൃത് കൊണ്ടുപോകാം. ഗരുഡ്ജി ആജ്ഞ അനുസരിച്ച് അവൻ അമൃത് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് നൽകി. ഞാൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഗരുഡ് അവനോട് എല്ലാം വിശദീകരിച്ചു. അമൃത് ഒരു ഉപാധി മാത്രമാണ്. ഇത് ദൈവം തന്നെ. മന്ത്രം ചൊല്ലി അനുഗ്രഹിച്ച് അദ്ദേഹം വെള്ളം നൽകി. ബാല അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കൂ. 10 ദിവസം മാത്രമേ ഈ അമൃത് നിന്നെ ജീവിപ്പിക്കുകയുള്ളൂ. ബാലൻ എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. 15 ദിവസമായിട്ടും കുട്ടി മരിക്കാതിരുന്നപ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഗരുഡൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ദേവന്മാരോട് പറഞ്ഞു. എന്റെ ഗുരുജിയിൽ നിന്നാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത്. പൂർണ്ണ ആയുസ് വരെ ജീവിക്കാൻ എന്റെ ഗുരുജി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും വീണ്ടും ധർമ്മരാജന്റെ അടുത്തേക്ക് പോയി. ഗരുഡനും അവരെ അനുഗമിച്ചു. ത്രിദേവന്മാരും ധർമ്മരാജനോട് ചോദിച്ചു, ആ കുട്ടി ഇപ്പോഴും എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അവൻ മരിക്കേണ്ടതായിരുന്നു. ധർമ്മരാജ് അവന്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ അവന്റെ ആയുസ് വർദ്ധിച്ചത് കണ്ടു. ധർമ്മരാജ് പറഞ്ഞു, ഇത് മുകളിൽ എവിടെയോ നിന്ന് നടക്കുന്നതാണ്. ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കൂ. ആ പരമാത്മാവിന്റെ ദൈവീക പ്രവൃത്തി ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? 3 ദേവന്മാരും അമ്പരന്നു. പക്ഷെ അവരുടെ അഭിമാനവും ശ്രേഷ്ഠതയും കാരണം അവർ കണ്ടിട്ടും സത്യം സ്വീകരിച്ചില്ല. അവർ സ്വന്തം അഹംഭാവം ഉപേക്ഷിച്ചില്ല. ഗരുഡൻ ഉറച്ച വിശ്വാസം വളർത്തി. കബീർ, രാജ് തജ്ന സഹജ് ഹൈ, സഹജ് ത്രിയാ കാ നെ. മാൻ ബടായി ഈർഷ്യ, ദുർലഭ് തജ്ന യേ. പരിഭാഷ: ആത്മീയ അറിവിന്റെ അഭാവം മൂലം വീണ്ടെടുക്കാനാകാത്ത ചില ദുഷ്പ്രവണതകൾ ഒരു മനുഷ്യനെ വലയം ചെയ്യുന്നു. ഉദാഹരണം: മാൻ ബഡായി അഹങ്കാരം, ശ്രേഷ്ഠത; ഈർഷ്യ, അസൂയ. മാൻ ബഡായി എന്നതിന്റെ അർത്ഥം പദവിയുടെയും സമ്പത്തിന്റെയും അഹങ്കാരത്താൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി എന്നാണ്. അവരും ബഹുമാനം മൂലമുള്ള ശ്രേഷ്ഠത, അതായത് മാൻ ബഡായി, അസൂയ, അതായത് ഈർഷ്യ, അത്തരം ദുഷ്പ്രവർത്തികളാണ്. അവരുടെ അഹങ്കാരത്താൽ അന്ധരായതിനാൽ ഒരു വ്യക്തി അവ ഉപേക്ഷിക്കുന്നില്ല. അവന് ഒരു രാജ്യം ഉപേക്ഷിക്കാം, ഒരു സ്ത്രീയെ ഉപേക്ഷിക്കാം. എന്നാൽ ഇവ രണ്ടും ഉപേക്ഷിക്കുവാൻ പ്രയാസമാണ്. ഈ ഗരുഡ് ബോധിന്റെ അവസാനം വാസുകി നാഗ് പെൺകുട്ടിയുടെ തെറ്റായ ഒരു വിവരണം എഴുതിയിരിക്കുന്നു. ഇതിൽ ഗുരുവിന്റെ വേഷത്തിലാണ് ഗരുഡനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല. എല്ലാം ചെയ്തത് പരമാത്മാവായ കബീർജിയാണ്. ഇപ്പോൾ ഗരുഡ് ബോധിൽ നിന്നുള്ള ചില അമൃതവാണികൾ വായിക്കുക. ധർമ്മദാസിന്റെ പ്രസ്താവന. धर्मदास बीनती करे, सुनो जगत आधार, गरुड़ बोध भेद सब, अब कहो तत्व विचार. പരിഭാഷ: ഗരുഡിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടെ ധർമ്മദാസ് ജി പരമോന്നത ദൈവമായ കബീർജിയോട് അഭ്യർത്ഥിച്ചു. ദൈവമേ, ലോകത്തിന്റെ പരിപാലകനായ പക്ഷി ഗരുഡനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ദയവായി എന്നോട് പറയൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 162. സദ്ഗുരുവിന്റെ പ്രസ്താവന. प्रथम गरुड़ सो भेन जब भयो, सत साहब मैं बोल सुनाऊं, धर्मदास सुनो कहू बुझाई, जेही विधि गरुड़ को समझाई. പരിഭാഷ: പരമോന്നത ദൈവം കബീർ ധർമ്മദാസ് ജിയോട് പറഞ്ഞു, ഞാൻ ആദ്യമായി ഗരുഡനെ കണ്ടപ്പോൾ സത് സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ധർമ്മദാസ് കേൾക്കൂ, ഞാൻ ഗരുഡനോട് വിശദീകരിച്ച രീതിയിൽ ഞാൻ നിങ്ങളോട് വിവരിക്കുന്നു. ഗരുഡന്റെ പ്രസ്താവന. കബീർ വാണി. सुना बचन सत साहब जब ही, गरुड़ प्रणाम किया तभी, शीश निवाए तिन पूछा चाहे, हो तुम कौन कहां से आए. പരിഭാഷ: സത് സാഹിബ് എന്ന് കേട്ടപ്പോൾ പക്ഷി ഗരുഡ് ഉടനെ തലകുനിച്ചു. തലകുനിച്ചുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. कहा कबीर है नाम हमारा, तत्वज्ञान देने आए संसारा, सत्य पुरुष है कुल का दाता, हम वाका सब भेद बताता, सत्यलोक से हम चली आए, जीव छुड़ावन जग में प्रगटाए. പരിഭാഷ: ഞാൻ ഗരുഡനോട് പറഞ്ഞതായി കബീർജി പറഞ്ഞു. എന്റെ പേര് കബീർ എന്നാണ്. തത്വജ്ഞാനം, അതായത് യഥാർത്ഥ ആത്മീയ അറിവ് ലോകമെമ്പാടും പകർന്നു നൽകാനാണ് ഞാൻ വന്നത്. ഞാൻ വന്നത് സത്യലോകിൽ നിന്നാണ്.
അതായത് ശാശ്വതമായ പരമോന്നത വാസസ്ഥാനം. ഞാൻ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ജീവജാലങ്ങളെ കാലിന്റെ കെണിയിൽ നിന്ന് മോചിപ്പിക്കുക. സത്യപുരുഷാണ് വംശത്തിന്റെ അധിപൻ. ഞാൻ എല്ലാവരെയും പോഷിപ്പിക്കുന്നു. ഞാൻ എല്ലാവരുടെയും ഉപകാരിയാണ്. എന്റെ മുഴുവൻ രഹസ്യവും ഞാൻ വെളിപ്പെടുത്തും. ഗരുഡന്റെ പ്രസ്താവന. सुनत बचन अचंभो माना, सत्य पुरुष है कौन भगवाना। प्रत्यक्ष देव श्री विष्णु कहावे, दश अवतार धरी धरी जावे। പരിഭാഷ. കബീർജി പറഞ്ഞു. സത് സാഹിബ് എന്ന് കേട്ടപ്പോൾ ഗരുഡ ആശ്ചര്യപ്പെട്ടു. ചോദിച്ചു, ആരാണ് ഈ ദൈവം? ശ്രീ വിഷ്ണു ദൈവമാണെന്ന് ആത്മീയ അറിവിൽ നിന്ന് വ്യക്തമാണ്. 10 പ്രാവശ്യം അവതാരമെടുത്താണ് അവൻ ഭൂമിയിലെത്തുന്നത്. ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. तब हम कहया सुनो गरुड़ सुजाना, परम पुरुष है पुरुष पुराना। आदि का वह कबहू ना मरता भाई, वह गर्भ से देह धरता नाही। कोटि मरे विष्णु भगवाना, क्या गरुड़ तुम नहीं जाना। जाका ज्ञान वेद बतलावे, वेद ज्ञान कोई समझ न पावे। जिसने कीन्हा सकल बिस्तारा, ब्रह्मा विष्णु महादेव का सृजनहारा। जुनी संकट वह नहीं आवे, वह तो साहेब अक्षय कहावे। പരിഭാഷ. കബീർജി പ്രസ്താവിച്ചു. ഹേ മാന്യനായ ഗരുഡ്, കേൾക്കൂ. ഈ സത്യപുരുഷൻ, അതായത് പരമാത്മാവ്, നിത്യദേവമാണ്. അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല, ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നില്ല. ഗരുഡെ, അത് നിനക്കറിയില്ലേ? വിഷ്ണു മരിച്ചുപോയത് വേദങ്ങളിൽ വിവരിച്ചിട്ടുള്ള പരമ അക്ഷര പുരുഷന് ആ വേദജ്ഞാനം ആർക്കും വേണ്ട വിധം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. 84 ലക്ഷം ജീവജാലങ്ങളുടെ ജന്മങ്ങളിൽ ദൈവം കഷ്ടപ്പെടുന്നില്ല. അത് അവിനാശി എന്ന് പറയപ്പെടുന്നു. ഗരുഡിന്റെ പ്രസ്താവന. राम रूप धरी विष्णु आया, जिन लंका का मारा राया। पूर्ण ब्रह्मा है विष्णु अविनाशी, है बंदी छोड़ सब सुख राशि। 33 कोटि देवतन की बंद छुड़ाई, पूर्ण प्रभु है राम राई। വിവർത്തനം. ഗരുഡ് പറഞ്ഞു, വിഷ്ണുജി രണ്ടാമതായി അവതരിക്കുകയും ശ്രീലങ്കയിലെ രാജാവായ രാവണനെ വധിക്കുകയും ചെയ്തു. ശ്രീ വിഷ്ണു അമർത്യപൂർണമായ ദൈവമാണ്. 33 കോടി, അതായത് 330 ദശലക്ഷം ദേവന്മാരെ രാവണൻ രാജാവിന്റെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ എല്ലാ സന്തോഷത്തിന്റെയും നിധി, ബന്ദിച്ചോർ, ബന്ധനത്തിൽ നിന്നുള്ള വിമോചകൻ. രാജാവ് ശ്രീരാമനാണ് സമ്പൂർണ്ണ ദൈവം. ജ്ഞാനിയുടെ കബീർ പ്രസ്താവന. तुम गरुड़ कैसे कहो अविनाशी, सत्य पुरुष बिन कटे ना काल की फांसी। जा दिन लंक में करी चढ़ाई, नाग फांस ने बंधे रघुराई। सेना सहित राम बंधाई, तब तुम नाग जा मारे भाई। तब तेरे विष्णु बंधन से छूटे, याकू पूजे भाग जाके फूटे। कबीर ऐसी माया अटपटी, सब घटान अड़ी। किस किस कौन समझाओ, कुए भांग परी। വിവർത്തനം. കബീർജി പറഞ്ഞു, ഓ ഗരുഡ് ദേവ, എന്താണ് നിങ്ങൾ ശ്രീ വിഷ്ണുജിയെ അനശ്വരൻ എന്ന് വിളിക്കുന്നത്? സത്യപുരുഷൻ, നിത്യദൈവമില്ലാതെ കാലന്റെ കെണി, അതായത് പ്രവർത്തനങ്ങളുടെ ബന്ധനം അവസാനിപ്പിക്കാനാവില്ല. ഓ ഗരുഡ്, ശ്രീരാമചന്ദ്രന്റെ ആക്രമണം ഓർക്കുക. ലങ്കായുദ്ധത്തിൽ ശ്രീരാമനും അവന്റെ മുഴുവൻ സൈന്യവും സർപ്പങ്ങളുടെ, നാഗ്ഫാന്റെ ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടു. നിങ്ങൾ ശ്രീരാമനെയും മുഴുവൻ സൈന്യത്തെയും വെട്ടി സർപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ വിഷ്ണുവിനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ശ്രീരാമന്റെയും സൈന്യത്തിന്റെയും ബന്ദിച്ചോൾ ബന്ധനത്തിൽ നിന്നുള്ള വിമോചകനാണ്. ശ്രീ വിഷ്ണുവിനെ ദൈവമായി ആരാധിക്കുന്നവൻ അങ്ങേയറ്റം നിർഭാഗ്യവാനാണ്. വിഷമിച്ച മനസ്സോടെ കബീർജി പറഞ്ഞു. കാലബ്രം തന്റെ വ്യാമോഹത്താൽ എല്ലാവരുടെയും ഹൃദയത്തിൽ അജ്ഞത നിറച്ചിരിക്കുന്നു. ഞാൻ ആരെ ഉപദേശിക്കും? ആരെങ്കിലും ഒരു കിണറിൽ ക്വിന്റൽ കഞ്ചാവ്, അതായത് 100 കിലോ കഞ്ചാവ് വെള്ളത്തിൽ കലക്കിയതുപോലെയുള്ള ഒരു പ്രശ്നമാണിത്. ആ കിണർ വെള്ളം കുടിക്കുന്നവൻ ലഹരി പിടിക്കും. കാലബ്രഹ്മത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയും ഇതുതന്നെ. അവരെല്ലാം പറയുന്നത് ശ്രീ വിഷ്ണുവും ശ്രീ ശിവനും ശ്രീ ബ്രഹ്മാവും അനശ്വര ദൈവങ്ങളാണെന്നാണ്. അവരാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവും സംരക്ഷകനും നശിപ്പിക്കുന്നവനും. ഇവരല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല.